ശാന്തി 8/1/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബയുടെ ശ്രീമത്ത് നിങ്ങൾക്ക് 21 തലമുറകൾക്കുള്ള സുഖം നൽകുന്നു. ഇത്രയും വേറിട്ട മതം ബാബയ്ക്കല്ലാതെ ആർക്കും നൽകുവാൻ സാധിക്കില്ല. നിങ്ങൾ ശ്രീമത്ത് അനുസരിച്ച് നടന്നുകൊണ്ടിരിക്കൂ. ചോദ്യം: സ്വയം തനിക്ക് രാജതിലകം നൽകുന്നതിനുള്ള സഹജ പുരുഷാർത്ഥം എന്താണ്? ഉത്തരം: സ്വയം തനിക്ക് രാജതിലകം നൽകുന്നതിനായി ബാബയുടെ ഏതെല്ലാം ശിക്ഷണങ്ങൾ ലഭിക്കുന്നുവോ അതനുസരിച്ച് നല്ല രീതിയിൽ നടക്കൂ. ഇതിൽ ആശീർവാദത്തിൻ്റെയോ കൃപയുടെയോ കാര്യമില്ല. ഫാദറിനെ ഫോളോ ചെയ്യൂ. മറ്റുള്ളവരെ നോക്കരുത്. മന്മനാഭവ. ഇതിലൂടെ സ്വയം തനിക്ക് സ്വതവേ തിലകം ലഭിക്കുന്നു. പഠനത്തിലൂടെയും ഓർമ്മയുടെ യാത്രയിലൂടെയും തന്നെയാണ് നിങ്ങൾ ബെഗർ ടു പ്രിൻസ് ആകുന്നത്, അതായത് യാചകനിൽ നിന്നും രാജകുമാരൻ ആകുന്നത്. ഗീതം. ഓം നമഃ ശിവായ. ഓം ശാന്തി. ബാബയും ദാദായും ഓം ശാന്തി എന്ന് പറയുമ്പോൾ 2 പ്രാവശ്യവും പറയാൻ സാധിക്കും. കാരണം 2 പേരും ഒരാളിലാണ്. ഒന്ന് അവ്യക്തമാണ്, മറ്റത് വ്യക്തമാണ്. 2 പേരും ഒരുമിച്ചാണ്. 2 പേരുടെയും ശബ്ദം ഒരുമിച്ചും ഉണ്ടാകുന്നു. പ്രത്യേകവും ഉണ്ടായേക്കാം. ഇതും ഒരു വണ്ടറാണ്. ലോകത്തുള്ളവർ ഇതൊന്നും അറിയില്ല. പരംപിത പരമാത്മാവ് ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിലിരുന്ന് ജ്ഞാനം കേൾപ്പിക്കുന്നു. ഇത് എവിടെയും എഴുതപ്പെട്ടിട്ടില്ല. ബാബ കഴിഞ്ഞ കൽപ്പത്തിലും പറഞ്ഞിരുന്നു, ഇപ്പോഴും പറയുന്നു. ഞാൻ ഈ സാധാരണ ശരീരത്തിൽ വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിൽ ഇദ്ദേഹത്തിൽ പ്രവേശിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ ആധാരം എടുക്കുന്നു. ഗീതയിൽ ചില ഇങ്ങനെയുള്ള വേർഷൻസ് ഉണ്ട്. അത് കുറച്ച് റിയലുമാണ്. ഞാൻ വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിൽ പ്രവേശിക്കുന്നു. ഇദ്ദേഹം വാനപ്രസ്ഥ അവസ്ഥയിലായിരിക്കുമ്പോൾ എന്നത് റിയലായ വാക്കുകളാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് ഈ പറയുന്നത് ശരിയാണ്. ആദ്യം സത്യയുഗത്തിലെ ജന്മവും ഇദ്ദേഹത്തിൻ്റെതാണ്. പിന്നെ ലാസ്റ്റിൽ വാനപ്രസ്ഥ അവസ്ഥയിലാണ്. അതിൽ തന്നെയാണ് ബാബ പ്രവേശിക്കുന്നത്. ഇദ്ദേഹത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. താൻ എത്ര പുനർജന്മമെടുത്തു എന്നത് അറിയുന്നില്ല. ശാസ്ത്രങ്ങളിൽ 84 ലക്ഷം പുനർജന്മം എന്നെഴുതിയിരിക്കുന്നു. ഇതെല്ലാം ഭക്തി മാർഗമാണ്. ഇതിനെ ഭക്തി കൾട്ട് എന്ന് പറയുന്നു. ജ്ഞാനകാന്ഡം വേറെയാണ്, ഭക്തി കാണ്ഡം വേറെയാണ്. ഭക്തി ചെയ്ത് താഴേക്ക് ഇറങ്ങി തന്നെയാണ് വരുന്നത്. ഈ ജ്ഞാനം ഒരേ ഒരു തവണയാണ് ലഭിക്കുന്നത്. ബാബ ഒരേ ഒരു തവണ സർവരുടെയും സദ്ഗതി ചെയ്യുവാൻ വരുന്നു. ബാബ ഒരേ ഒരു തവണ വന്ന് സർവരുടെയും ഭാവിയിലെ പ്രാപ്തി ഉണ്ടാക്കുന്നു. നിങ്ങൾ പഠിക്കുന്നത് തന്നെ ഭാവിയിലെ പുതിയ ലോകത്തിലേക്ക് വേണ്ടിയാണ്. ബാബ വരുന്നത് തന്നെ പുതിയ രാജധാനി സ്ഥാപിക്കുവാനാണ്. അതിനാൽ ഇതിനെ രാജയോഗം എന്ന് പറയുന്നു. ഇതിന് വളരെയധികം മഹത്വമുണ്ട്. ഭാരതത്തിൻ്റെ പ്രാചീന രാജയോഗം ആരെങ്കിലും പഠിപ്പിച്ചുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ ഇക്കാലത്ത് സന്യാസിമാർ പുറത്തുപോയി പറയുന്നു, നമ്മൾ രാജയോഗം പഠിപ്പിക്കുവാൻ വന്നിരിക്കുകയാണ്. നമുക്ക് പഠിക്കണം എന്ന് അവരും വിചാരിക്കുന്നു. കാരണം യോഗത്തിലൂടെ തന്നെയാണ് പാരഡൈസ് സ്ഥാപിതമായിരുന്നത് എന്ന് വിചാരിക്കുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, യോഗബലത്തിലൂടെ നിങ്ങൾ പാരഡൈസിൻ്റെ അധികാരിയാകുന്നു. പാരഡൈസ് സ്ഥാപിച്ചത് ബാബയാണ്. എങ്ങനെയാണ് സ്ഥാപിക്കുന്നത് അതറിയുന്നില്ല. ഈ രാജയോഗം ആത്മീയ പിതാവ് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഏതെങ്കിലും ശാരീരിക മനുഷ്യന് പഠിപ്പിക്കാൻ സാധിക്കില്ല. ഇക്കാലത്ത് അഡൽട്രേഷനും കറപ്ഷനും മായം ചേർക്കലും അഴിമതിയും വളരെയധികം ഉണ്ടല്ലോ.
അതിനാൽ ബാബ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പതീതരെ പാവനമാക്കുന്നവനാണ്. തീർച്ചയായും പതീതമാക്കുന്ന ആരെങ്കിലും ഉണ്ടാകും. ഇപ്പോൾ നിങ്ങൾ ജഡ്ജ് ചെയ്യൂ. തീർച്ചയായും ഇങ്ങനെയാണല്ലോ. ഞാൻ തന്നെയാണ് വന്ന് എല്ലാ വേദശാസ്ത്രങ്ങളുടെയും മറ്റും സാരം കേൾപ്പിക്കുന്നത്. ജ്ഞാനത്തിലൂടെ നിങ്ങൾക്ക് 21 ജന്മങ്ങളുടെ സുഖം ലഭിക്കുന്നു. ഭക്തിമാർഗത്തിലുള്ളത് അല്പകാല ക്ഷണഭംഗുര സുഖമാണ്. ഇത് 21 തലമുറകൾക്കുള്ള സുഖമാണ്. അത് ബാബ തന്നെയാണ് നൽകുന്നത്. ബാബ നിങ്ങൾക്ക് സദ്ഗതി നൽകുന്നതിനായി ഏതൊരു ശ്രീമത്ത് നൽകുന്നുവോ അത് ഏറ്റവും വേറിട്ടതാണ്. ഈ ബാബ സർവരുടെയും ഹൃദയം കവരുന്നവനാണ്. ഏതുപോലെ ആ ജഡ ദിൽവാഡ ക്ഷേത്രമുണ്ടോ, ഇത് പിന്നെ ചൈതന്യ ദിൽവാല ക്ഷേത്രമാണ്. ആക്യുറേറ്റായി നിങ്ങളുടെ ആക്ടിവിറ്റിയുടെ തന്നെ ചിത്രം ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു. ഈ സമയം നിങ്ങളുടെ ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കുന്നു. ഹൃദയേശ്വരനായ ബാബയെ ലഭിച്ചിരിക്കുകയാണ്. സർവരുടെയും സദ്ഗതി ചെയ്യുന്നവനാണ്. സർവരുടെയും ദുഃഖം ഹരിച്ച് സുഖം നൽകുന്നവനാണ്. എത്ര ഉയർന്നതിലും ഉയർന്നത് എന്ന് പാടപ്പെട്ടിരിക്കുന്നു. ഉയർന്നതിലും ഉയർന്നതാണ് ഭഗവാൻ ശിവന്റെ മഹിമ. ചിത്രങ്ങളിൽ ശങ്കരന്റെ മുന്നിലും ശിവന്റെ ചിത്രം കാണിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ ദേവതമാരുടെ മുന്നിൽ ശിവന്റെ ചിത്രം വയ്ക്കുന്നത് നിഷിദ്ധമാണ്, വിലക്കപ്പെട്ടതാണ്. അവർ ഭക്തിയെ ചെയ്യുന്നില്ല. ഭക്തി ദേവതമാർ ചെയ്യുന്നില്ല. സന്യാസിമാർക്ക് ചെയ്യാൻ സാധിക്കില്ല. അവർ ബ്രഹ്മജ്ഞാനിയാണ്, തത്വജ്ഞാനിയാണ്. ഏതുപോലെ ഇത് ആകാശ തത്വമാണ്, അതേപോലെ അത് ബ്രഹ്മതത്വമാണ്. അവർ ബാബയെ ഓർമ്മിക്കുന്നില്ല. അവർക്ക് ഈ മഹാമന്ത്രം ലഭിക്കുന്നില്ല. ഈ മഹാമന്ത്രം ബാബ തന്നെയാണ് വന്ന് സംഗമയുഗത്തിൽ നൽകുന്നത്. സർവരുടെയും സദ്ഗതി ദാതാവായ ബാബ ഒരേ ഒരു തവണ വന്ന് മന്മനാഭവയുടെ മന്ത്രം നൽകുന്നു. ബാബ പറയുന്നു, കുട്ടികളെ, ദേഹസഹിതം ദേഹത്തിൻ്റെ എല്ലാ ധർമ്മവും ത്യാഗം ചെയ്ത് സ്വയം അശരീരി ആത്മാവാണെന്ന് മനസ്സിലാക്കി പിതാവായ എന്നെ ഓർമ്മിക്കൂ. എത്ര സഹജമായി മനസ്സിലാക്കിച്ചു തരുന്നു. രാവണ രാജ്യമായത് കാരണം നിങ്ങളേവരും ദേഹാഭിമാനി ആയിരിക്കുന്നു. ഇപ്പോൾ ബാബ നിങ്ങളെ ആത്മാഭിമാനിയാക്കുന്നു. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി പിതാവായ എന്നെ ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ. അപ്പോൾ ആത്മാവിൽ ഏതൊരു മാലിന്യമാണോ ചേർന്നിരിക്കുന്നത് അത് മാറിപ്പോകട്ടെ. സതോപ്രധാനത്തിൽ നിന്നും സതോയിലേക്ക് വരുന്നതിലൂടെ കലകൾ കുറയുന്നുവല്ലോ. സ്വർണത്തിനും ക്യാരറ്റ് ഉണ്ടല്ലോ. ഇപ്പോഴാണെങ്കിൽ കലിയുഗ അന്ത്യത്തിൽ സ്വർണം കാണുവാനേ കഴിയുന്നില്ല. സത്യയുഗത്തിലാണെങ്കിൽ സ്വർണത്തിൻ്റെ കൊട്ടാരമുണ്ടായിരിക്കും. എത്ര രാപകൽ വ്യത്യാസമുണ്ട്. അതിൻ്റെ പേര് തന്നെ ഗോൾഡൻ ഏജ്ഡ് വേൾഡ് എന്നാണ്. അവിടെ ഇഷ്ടികയുടെയോ കല്ലിൻ്റെയോ ഉപയോഗമില്ല. ബിൽഡിംഗ് തയ്യാറാകുന്നു. അതിലും സ്വർണവും വെള്ളിയുമല്ലാതെ മറ്റൊരു ചപ്പ് ചവറുകളും ഉണ്ടായിരിക്കുന്നില്ല. അവിടെ സയൻസിലൂടെ വളരെയധികം സുഖമുണ്ട്. ഡ്രാമയിൽ ഇതും ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു. ഈ സമയത്ത് സയൻസിൻ്റെ ഗർവുണ്ട്. സത്യയുഗത്തിൽ ഗർവ് എന്ന് പറയില്ല. അവിടെയാണെങ്കിൽ സയൻസിലൂടെ നിങ്ങൾക്ക് സുഖം ലഭിക്കുന്നു. ഇവിടെ അല്പകാലത്തെ സുഖമാണ്. പിന്നെ ഇതിലൂടെ വളരെ ഭാരിച്ച ദുഃഖം ലഭിക്കുന്നു. ബോംബുകളും മറ്റും വിനാശത്തിനു വേണ്ടി ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. ബോംബുകൾ ഉണ്ടാക്കുന്നതിൻ്റെ കാര്യത്തിൽ മറ്റുള്ളവരെ വിലക്കുന്നു. പിന്നെ സ്വയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ബോംബുകളിലൂടെ നമ്മുടെ തന്നെ മൃത്യു ഉണ്ടാക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. എന്നാൽ വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ബുദ്ധി ഇല്ലാതായിരിക്കുകയാണല്ലോ. ഇതെല്ലാം ഡ്രാമയിൽ അടങ്ങിയതാണ്. ഉണ്ടാക്കാതെ ഇരിക്കുവാൻ സാധിക്കുന്നില്ല. മനുഷ്യർ വിചാരിക്കുന്നു ഈ ബോംബുകളിലൂടെ നമ്മുടെ തന്നെ മൃത്യു ഉണ്ടാകും. പക്ഷേ അറിയില്ല, ആരോ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഉണ്ടാക്കാതിരിക്കാൻ സാധിക്കുന്നില്ല. തീർച്ചയായും ഉണ്ടാക്കേണ്ടി തന്നെ വരും. വിനാശവും ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. എത്ര തന്നെ ആരെങ്കിലും പീസ് പ്രൈസ് നൽകിയാലും
പീസ് സ്ഥാപിക്കുന്നവൻ ഒരു ബാബ തന്നെയാണ്. ശാന്തിയുടെ സാഗരമായ ബാബ തന്നെയാണ് ശാന്തിയുടെയും സുഖത്തിൻ്റെയും പവിത്രതയുടെയും സമ്പത്ത് നൽകുന്നത്. സത്യയുഗത്തിലുള്ളത് പരിധിയില്ലാത്ത സമ്പത്താണ്. അവിടെയാണെങ്കിൽ പാലിൻ്റെ നദികൾ ഒഴുകുന്നു. വിഷ്ണുവിനെ ക്ഷീരസാഗരത്തിൽ കാണിക്കുന്നു. ഈ താരതമ്യം ചെയ്യപ്പെടുന്നു. ആ ക്ഷീരസാഗരം എവിടെ? ഈ വിഷയസാഗരം എവിടെ? ഭക്തിമാർഗത്തിൽ പിന്നെ കുളവും മറ്റും ഉണ്ടാക്കി അതിൽ കല്ലിൽ വിഷ്ണുവിനെ ഉറക്കുന്നു. ഭക്തിയിൽ എത്ര ചിലവ് ചെയ്യുന്നു! എത്ര വേസ്റ്റ് ഓഫ് ടൈം, വേസ്റ്റ് ഓഫ് മണിയും ചെയ്യുന്നു. ദേവിമാരുടെ മൂർത്തികൾ എത്ര ചിലവഴിച്ച് ഉണ്ടാക്കുന്നു. പിന്നെ സമുദ്രത്തിലിടുന്നു. അപ്പോൾ പൈസ വേസ്റ്റായില്ലേ? ഇതാണ് പാവകളുടെ പൂജ. ആരുടെയും ഓക്കുപേഷനെ കുറിച്ച് അറിയുകയില്ല. ഇപ്പോൾ നിങ്ങൾ ആരുടെ ക്ഷേത്രത്തിൽ പോയാലും നിങ്ങൾക്ക് ഓരോരുത്തരുടെയും ഓക്കുപേഷൻ അറിയാം. കുട്ടികൾക്ക് എവിടെ പോകുന്നതിനും വിലക്കില്ല. മുൻപ് അറിവില്ലാതെയാണ് പോയിരുന്നത്. ഇപ്പോൾ സെൻസിബിളായി പോകുന്നു. നിങ്ങൾ പറയും, നമ്മൾ ഇവരുടെ 84 ജന്മങ്ങളെ അറിയുന്നു. ഭാരതവാസികൾക്കാണെങ്കിൽ ശ്രീകൃഷ്ണന്റെ ജന്മത്തെക്കുറിച്ച് പോലും അറിയില്ല. നിങ്ങളുടെ ബുദ്ധിയിൽ ഈ മുഴുവൻ നോളജുമുണ്ട്. നോളജ് സോഴ്സ് ഓഫ് ഇൻകം ആണ്. വേദശാസ്ത്രത്തിലും മറ്റും ഏതെങ്കിലും എയിം ഓബ്ജക്റ്റ് ഇല്ല. സ്കൂളിൽ എല്ലായ്പ്പോഴും എയിം ഓബ്ജക്റ്റ് ഉണ്ടായിരിക്കും. ഈ പഠനത്തിലൂടെ നിങ്ങൾ എത്ര ധനികരാകുന്നു. ജ്ഞാനത്തിലൂടെ സദ്ഗതി ഉണ്ടാകുന്നു. ഈ നോളജിലൂടെ നിങ്ങൾ സമ്പന്നരാകുന്നു. നിങ്ങൾ ഏതൊരു ക്ഷേത്രത്തിൽ പോയാലും ഇതാരുടെ സ്മാരകമാണ് എന്നുടൻ മനസ്സിലാക്കും. ഏതുപോലെ ദിൽവാല ക്ഷേത്രമുണ്ട്, അത് ജഡമാണ്, ഇത് ചൈതന്യമാണ്. ഏതുപോലെ ഇവിടെ വൃക്ഷത്തിൽ കൃത്യമായി കാണിച്ചിരിക്കുന്നുവോ അതേപോലെ ക്ഷേത്രം ഉണ്ടാക്കപ്പെട്ടിരിക്കുകയാണ്. താഴെ തപസ്യയിലിരിക്കുന്നു. മുകളിൽ മേൽത്തട്ടിൽ മുഴുവൻ സ്വർഗമാണ്. വളരെ ചിലവോടുകൂടി നിർമ്മിച്ചിരിക്കുകയാണ്. ഇവിടെയാണെങ്കിൽ യാതൊന്നുമില്ല. ഭാരതം 100% സോൾവെൻറ്റും പാവനവുമായിരുന്നു. ഇപ്പോൾ ഭാരതം 100% ഇൻസോൾവെൻറ്റും പതീതവുമാണ്. കാരണം ഇവിടെ എല്ലാവരും വികാരത്തിലൂടെയാണ് ജനിക്കുന്നത്. അവിടെ മലിനതയുടെ കാര്യമുണ്ടായിരിക്കില്ല. ഗരുഡ പുരാണത്തിൽ രസകരമായ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത് മനുഷ്യൻ അല്പം നന്നാകുന്നതിന് വേണ്ടിയാണ്. എന്നാൽ ഡ്രാമയിൽ മനുഷ്യരുടെ നന്നാകൽ ഇല്ല. ഇപ്പോൾ ഈശ്വരീയ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുന്നു. ഈശ്വരൻ തന്നെയാണല്ലോ സ്വർഗം സ്ഥാപിക്കുന്നത്. ആ ഒന്നിനെ തന്നെയാണ് ഹെവൻലി ഗോഡ് ഫാദർ എന്ന് പറയുന്നത്. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. ആ യുദ്ധം ചെയ്യുന്ന സേന എല്ലാം ചെയ്യുന്നത് രാജാവിനും റാണിക്കും വേണ്ടിയാണ്. ഇവിടെ നിങ്ങൾ മായയുടെ മേൽ ജയം നേടുന്നത് തനിക്ക് വേണ്ടിയാണ്. എത്ര ചെയ്യുമോ അത്രയും നേടും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും തൻ്റെ ശരീരവും മനസ്സും ധനവും ഭാരതത്തെ സ്വർഗമാക്കുന്നതിൽ ചിലവഴിക്കേണ്ടി വരുന്നു. എത്ര ചെയ്യുമോ അത്രയും ഉയർന്ന പദവി നേടും. ഇവിടെ അവശേഷിക്കുന്ന ഒന്നും തന്നെയില്ല. ഈ സമയത്തെക്കുറിച്ച് പാടപ്പെട്ടിരിക്കുന്നതാണ് ചിലരുടേത് പൊടിയിൽ അമർന്നിരിക്കും എന്നെല്ലാം. ഇപ്പോൾ ബാബ വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് രാജ്യഭാഗ്യം നേടിത്തരുന്നതിന് വേണ്ടി. പറയുന്നു, ഇപ്പോൾ ശരീരം, മനസ്സ്, ധനം എല്ലാം ഇതിൽ വിനിയോഗിക്കൂ. ഇദ്ദേഹം അഥവാ ബ്രഹ്മാവ് സർവ്വതും സമർപ്പിച്ചുവല്ലോ. ഇദ്ദേഹത്തെ മഹാദാനി എന്ന് പറയുന്നു. വിനാശി ധനം ദാനം ചെയ്യുന്നു. അവിനാശി ധനവും ദാനം ചെയ്യേണ്ടതുണ്ട്. പിന്നെ ആര് എത്ര ദാനം ചെയ്യുമോ അതുപോലെ. പ്രസിദ്ധരായ ദാനികളുണ്ട്. അപ്പോൾ പറയും, ഇന്നയാൾ വളരെ വലിയ ഫിലാന്ത്രോഫിസ്റ്റ് ആയിരുന്നു. പേരുണ്ടാകുന്നുവല്ലോ. അവർ ഇൻഡയറക്റ്റായി ഈശ്വരാർത്ഥം ചെയ്യുന്നു. രാജ്യം സ്ഥാപിതമാകുന്നില്ല. ഇപ്പോഴാണെങ്കിൽ രാജ്യം സ്ഥാപിതമാകുന്നു. അതിനാൽ കംപ്ലീറ്റ് ഫിലാന്ത്രോഫിസ്റ്റ് ആകണം. ഭക്തി മാർഗത്തിൽ പാടുന്നുമുണ്ട്, നമ്മൾ സമർപ്പണമാകും. ഇതിൽ ചിലവൊന്നും തന്നെയില്ല.
ഗവൺമെൻറ്റിന് എത്ര ചിലവുണ്ടാകുന്നു? ഇവിടെ നിങ്ങൾ എന്തെല്ലാം ചെയ്യുന്നുവോ അത് തനിക്ക് വേണ്ടിയാണ്. പിന്നെ ഒന്നുകിൽ 8ന്റെ മാലയിൽ വരാം, അല്ലെങ്കിൽ 108-ൽ, അല്ലെങ്കിൽ 16,108-ൽ. പാസ് വിത്ത് ഓണർ ആകണം. കർമാതീത അവസ്ഥ നേടും വിധത്തിൽ യോഗം ശേഖരിക്കൂ. പിന്നീട് ഏതെങ്കിലും ശിക്ഷ അനുഭവിക്കരുത്. നിങ്ങൾ ഏവരും വാരിയേഴ്സാണ്. നിങ്ങളുടെ യുദ്ധം രാവണനോടാണ്, ഏതെങ്കിലും മനുഷ്യനോടല്ല. തോറ്റത് കാരണം 2 കല കുറഞ്ഞുപോയി. ത്രേതായെ 2 കല കുറഞ്ഞ സ്വർഗം എന്ന് പറയും. ബാബയെ പൂർണ്ണമായും ഫോളോ ചെയ്യുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യേണ്ടത് ആവശ്യമാണല്ലോ. ഇതിൽ മനസ്സും ബുദ്ധിയും കൊണ്ട് സറണ്ടർ ആകേണ്ടതുണ്ട്. ബാബ, ഇതെല്ലാം അങ്ങയുടേതാണ്. ബാബ പറയും, ഇത് സർവീസിൽ വിനിയോഗിക്കൂ. ഞാൻ നിങ്ങൾക്ക് ഏതൊരു മതം നൽകുന്നുവോ ആ കാര്യം ചെയ്യൂ. യൂണിവേഴ്സിറ്റി തുറക്കൂ, സെൻറ്റേഴ്സ് തുറക്കൂ. വളരെ പേരുടെ മംഗളമുണ്ടാകും. കേവലം ഈ മെസ്സേജ് നൽകണം. ബാബയെ ഓർമ്മിക്കൂ, സമ്പത്ത് നേടൂ. മെസ്സഞ്ചർ, സന്ദേശവാഹകൻ എന്ന് കുട്ടികളായ നിങ്ങളെ പറയുന്നു. സർവർക്കും ഈ മെസ്സേജ് നൽകൂ. ബാബ ബ്രഹ്മാവിലൂടെ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങളുടെ വികർമ്മം വിനാശമാകും, ജീവൻ മുക്തി ലഭിക്കും. ഇപ്പോൾ ജീവൻ ബന്ധനമാണ്, പിന്നെ ജീവൻ മുക്തമാകും. ബാബ പറയുന്നു, ഞാൻ ഭാരതത്തിൽ തന്നെയാണ് വരുന്നത്. ഈ ഡ്രാമ അനാദിയായി ഉണ്ടാക്കപ്പെട്ടതാണ്. എപ്പോൾ ഉണ്ടാക്കപ്പെട്ടു, എപ്പോൾ അവസാനിക്കും? ഈ ചോദ്യം ഉയരുക സാധ്യമല്ല. ഈ ഡ്രാമ അനാദിയായി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ആത്മാവ് എത്ര ചെറിയ ബിന്ദുവാണ്. അതിൽ ഈ അവിനാശി പാർട്ട് അടങ്ങിയിട്ടുണ്ട്. എത്ര ഗുഹ്യമായ കാര്യങ്ങളാണ്. സ്റ്റാർ പോലെ ചെറിയ ബിന്ദുവാണ്. മാതാക്കളും ഇവിടെ മസ്തകത്തിൽ പൊട്ടുതൊടുന്നു. ഇപ്പോൾ കുട്ടികളായി നിങ്ങൾ പുരുഷാർത്ഥത്തിലൂടെ സ്വയം തനിക്ക് രാജതിലകം നൽകിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ബാബയുടെ ശിക്ഷണത്തിലൂടെ നല്ല രീതിയിൽ നടക്കുമെങ്കിൽ നിങ്ങൾ സ്വയം തനിക്ക് രാജതിലകം നൽകുന്നത് പോലെയാണ്. ഇതിൽ ആശീർവാദമോ കൃപയോ ഉണ്ടാകും എന്നൊന്നുമല്ല. നിങ്ങൾ തന്നെയാണ് സ്വയം തനിക്ക് രാജതിലകം നൽകുന്നത്. യഥാർത്ഥത്തിൽ ഇത് രാജതിലകമാണ്. ഫാദറിനെ ഫോളോ ചെയ്യുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യണം. മറ്റുള്ളവരെ നോക്കരുത്. ഇതാണ് മന്മനാഭവ. അതിലൂടെ സ്വയം തനിക്ക് സ്വതവേ തിലകം ലഭിക്കുന്നു. ബാബ നൽകുന്നില്ല. ഇത് രാജയോഗമാണ്. നിങ്ങൾ ബെഗർ ടു പ്രിൻസ് ആകുന്നു. അപ്പോൾ എത്ര നല്ല പുരുഷാർത്ഥം ചെയ്യേണ്ടത് ആവശ്യമാണ്. പിന്നെ ഇദ്ദേഹത്തെയും ഫോളോ ചെയ്യണം. ഇത് വിവേകത്തിൻ്റെ കാര്യമാണല്ലോ. പഠനത്തിലൂടെ സമ്പാദ്യം ഉണ്ടാകുന്നു. എത്രത്തോളം യോഗം അത്രയും ധാരണയുണ്ടാകും. യോഗത്തിൽ തന്നെയാണ് പ്രയത്നമുള്ളത്. അതിനാൽ ഭാരതത്തിൻ്റെ രാജയോഗം പാടപ്പെട്ടിട്ടുണ്ട്. ബാക്കി ഗംഗാ സ്നാനം ചെയ്ത് ആയുസ് തന്നെ പോയാൽ പോലും പാവനമാകാൻ സാധിക്കില്ല. ഭക്തിമാർഗത്തിൽ ഈശ്വരാർത്ഥം ദരിദ്രർക്ക് ദാനം നൽകുന്നു. ഇവിടെ പിന്നെ സ്വയം ഈശ്വരൻ വന്ന് ദരിദ്രർക്ക് തന്നെ വിശ്വത്തിൻ്റെ ചക്രവർത്തി പദം നൽകുന്നു. ദരിദ്രരുടെ നാഥനാണല്ലോ. ഭാരതം 100% സോൾവൻ്റ് ആയിരുന്നു. അത് ഈ സമയത്ത് 100% ഇൻസോൾവൻ്റ് ആണ്. ദാനം എപ്പോഴും ദരിദ്രർക്കാണ് നൽകപ്പെടുന്നത്. ബാബ എത്ര ഉയർന്നതാക്കി മാറ്റുന്നു. ഇങ്ങനെയുള്ള ബാബയെ അധിക്ഷേപിക്കുന്നു. ബാബ പറയുന്നു, ഇങ്ങനെ എപ്പോഴാണോ ഗ്ലാനി ചെയ്യുന്നത് അപ്പോൾ എനിക്ക് വരേണ്ടി വരുന്നു. ഇതും ഡ്രാമയിൽ ഉണ്ടാക്കപ്പെട്ടതാണ്. ഇത് പിതാവുമാണ്, ടീച്ചറുമാണ്. സിഖുകാർ സദ്ഗുരു അകാൽ എന്ന് പറയുന്നു. പിന്നെ ഭക്തിമാർഗത്തിലെ ഗുരുക്കന്മാർ അനേകമുണ്ട്. അകാലം ആയവന് സിംഹാസനം കേവലം ഇതാണ് ലഭിക്കുന്നത്. കുട്ടികളായ നിങ്ങളുടെയും സിംഹാസനം യൂസ് ചെയ്യുന്നു. പറയുന്നു, ഞാൻ ഇദ്ദേഹത്തിൽ പ്രവേശിച്ച് സർവരുടെയും മംഗളം ചെയ്യുന്നു. ഈ സമയത്ത് ഈ ഒന്നിൻ്റെ പാർട്ട് ഇതാണ്. ഇത് വളരെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. പുതിയവരായ ആർക്കെങ്കിലും മനസ്സിലാക്കുവാൻ സാധിക്കില്ല. ശരി,
മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: അവിനാശി ജ്ഞാനധനം ദാനം ചെയ്ത് മഹാദാനി ആകണം. ഏതുപോലെ ബ്രഹ്മബാബ തൻ്റെ സർവ്വതും ഇതിൽ വിനിയോഗിച്ചുവോ അതേപോലെ ഫാദറിനെ ഫോളോ ചെയ്ത് രാജ്യത്തിൽ ഉയർന്ന പദവി നേടണം. ശിക്ഷകളിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി കർമാതീത അവസ്ഥ പ്രാപ്തമാകും വിധം യോഗം ശേഖരിക്കണം. പാസ് വിത്ത് ഓണർ ആകുന്നതിന് പൂർണ്ണ പുരുഷാർത്ഥം ചെയ്യണം. മറ്റുള്ളവരെ നോക്കരുത്. വരദാനം: കടുത്ത നിയമത്തിലൂടെയും ദൃഢസങ്കല്പത്തിലൂടെയും അലക്ഷ്യത്തെ സമാപ്തമാക്കുന്ന ബ്രഹ്മബാബയ്ക്ക് സമാനം അക്ഷീണരായി ഭവിക്കട്ടെ. ബ്രഹ്മബാബയ്ക്ക് സമാനം അക്ഷീണരാകുന്നതിനായി അലക്ഷ്യത്തെ സമാപ്തമാക്കൂ. ഇതിനു വേണ്ടി ഏതെങ്കിലും കടുത്ത നിയമം ഉണ്ടാക്കൂ. ദൃഢസങ്കല്പമെടുക്കൂ. അറ്റൻഷൻ ആകുന്ന കാവൽക്കാർ സദാ അലേർട്ടായിരിക്കട്ടെ. അപ്പോൾ അലക്ഷ്യം സമാപ്തമായിക്കൊള്ളും. ആദ്യം സ്വയം തൻ്റെ മേൽ പ്രയത്നിക്കൂ, പിന്നെ സേവനത്തിൽ. അപ്പോൾ ഭൂമി പരിവർത്തനം ഉണ്ടാകും. ഇപ്പോൾ കേവലം ചെയ്യാം, നടന്നുകൊള്ളും എന്ന വിശ്രമത്തിൻ്റെ സങ്കല്പങ്ങളുടെ ഡൺലപ്പ് ഉപേക്ഷിക്കൂ. ചെയ്യുക തന്നെ വേണം. ഈ സ്ലോഗൻ മസ്തകത്തിൽ ഓർമ്മയുണ്ടായിരിക്കട്ടെ. അപ്പോൾ പരിവർത്തനമുണ്ടാകും. സ്ലോഗൻ: വാക്കുകളിൽ ആത്മീയ ഭാവവും ശുഭഭാവനയും ഉണ്ടായിരിക്കുക എന്നതാണ് സമർത്ഥ വാക്കുകളുടെ അടയാളം. തൻ്റെ ശക്തിശാലി മനസ്സിലൂടെ സകാശ് നൽകുന്നതിൻ്റെ സേവനം ചെയ്യൂ. എത്രത്തോളം സമയം സമീപം വന്നുകൊണ്ടിരിക്കുന്നുവോ അത്രയും വ്യർത്ഥ സങ്കല്പവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇത് സമാപ്തമാകുന്നതിനു വേണ്ടി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവയുടെ ജോലി വരുക എന്നതാണ്. താങ്കളുടെ ജോലിയാണ് പറക്കുന്ന കലയിലൂടെ സകാശിലൂടെ പരിവർത്തനപ്പെടുത്തുക എന്നത്. ഭയപ്പെടരുത്. അതിൻ്റെ താപത്തിൽ, അതായത് പ്രഭാവത്തിൽ വരരുത്. ഓം ശാന്തി. ഓരോ സെക്കൻഡിൽ ഞാൻ എൻ്റെ നിജവും അവിനാശിയുമായ നിരാകാരി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. നിരാകാരനായ ബാബയുടെ ഓർമ്മയാകുന്ന ഛത്രഛായയ്ക്കുള്ളിലാണ് ഞാൻ. ഇപ്പോൾ ഞാൻ ഒരു സെക്കൻഡിൽ എൻ്റെ പുരുഷാർത്ഥത്തിൻ്റെ അന്തിമ ലക്ഷ്യമായ അവ്യക്ത പരിസ്ഥാ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഈ സൂക്ഷ്മ ആകാരി പരിസ്ഥാ സ്വരൂപത്തിൽ പരിസ്ഥകളുടെ ലോകത്തിൽ അവ്യക്ത ബാബ്ദാദയുടെ മുന്നിൽ സ്ഥിതി ചെയ്ത് ആ ലൈറ്റും മൈറ്റും സ്വീകരിച്ച് വിശ്വമംഗളാർത്ഥം വിശ്വത്തിലേക്ക് സകാശ് നൽകുന്നു. വീണ്ടും ഒരു സെക്കൻഡിൽ സാകാര കർമ്മേന്ദ്രിയങ്ങളുടെ ആധാരമെടുത്ത് ഞാൻ കർമ്മയോഗിയാകുന്നു.
വീണ്ടും ഒരു സെക്കൻഡിൽ എൻ്റെ നിരാകാരി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യും. ഒരു സെക്കൻഡിൽ സമ്പൂർണ്ണ ഫരിസ്താസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. ഒരു സെക്കൻഡിൽ സാകാരത്തെ കർമ്മയോഗിയായി സ്ഥിതി ചെയ്യുന്നു. ബുദ്ധിയുടെ ഈ ഡ്രിൽ എനിക്ക് എൻ്റെ സങ്കല്പശക്തിയുടെ മേൽ പൂർണ്ണ നിയന്ത്രണം നേടിത്തരുന്നു. അതിലൂടെ സഹജമായി ഏകാഗ്രതയും ഏകരസ സ്ഥിതിയും ഞാൻ പ്രാപ്തമാക്കുന്നു. सबको दुआ तू दे तभी सबकी दुआएं पाएगा. सबको दुआ तू दे तभी सबकी दुआएं पाएगा. तू सद्गुणों की सुगंध से कांटों को फूल बनाएगा. तो सद्गुणों की सुगंध से कांटों को फूल बनाएगा. सुन मेरे मीठे बच्चे, सुन सुन मेरे मीठे बच्चे, सुन. तू किरण है, मैं प्रभात हूँ. तू किरण है, मैं प्रभात हूँ. सब सुन सके मैं वो बात हूँ. सब सुन सके मैं वो बात हूँ. बदला कभी लेना नहीं, खुद को बदल कर दिखलाना. बदला कभी लेना नहीं, खुद को बदल कर दिखलाना. तेरा बुरा कोई करे उसको गले से लगाना. तेरा बुरा कोई करे उसको गले से लगाना. तू भावना है मिलन की, तू भावना है मिलन की. मैं प्रेम की बरसात